ഈശ്വംശേഖൻ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ചാനലുകളിലെല്ലാം ഈശോ സംവാദം കത്തിജ്വലിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ചില വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ തന്നെ ഒരു ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ ഇടയിലല്ലേ ഈശോ എന്ന വാക്ക് കൂടുതലായിട്ട് പറയുന്നത്? മറ്റ് വിശ്വാസികൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്നൊക്കെയാണ്. അപ്പം ആയതിനാൽ ഇപ്പം ഈ സംവാദം നടക്കുമ്പോൾ തന്നെ കുറേ പേരുടെ കുറച്ച് സംശയമുണ്ട്. ഈ ഈശോ എന്ന പദം എവിടെ നിന്ന് വന്നു? അച്ഛാ, ഒന്ന് വിവരിക്കാമോ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രസക്തവും കാലികവുമായ ഈ ചോദ്യം ചോദിച്ചതിന് ജോയ്സൺ ബ്രദറിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മൾ ദീർഘകാലം നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണെങ്കിലും നമ്മളിന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ ഈശോ, യേശു എന്നീ അനുഗ്രഹീത നാമങ്ങൾ, അതിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ ഒരു ചരിത്രം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. യഥാർത്ഥത്തിൽ യഹോവ യാഷ, യഹോവ രക്ഷയ്ക്കുന്നു എന്ന രണ്ട് ഹെബ്രായ വാക്കുകളിൽ നിന്നാണ് യഹോഷുവ എന്ന നാമം രൂപപ്പെടുന്നത്. യഹോഷുവ എന്ന നാമത്തിൻ്റെ അർത്ഥം അതിനാൽ തന്നെ യഹോവ രക്ഷിക്കുന്നു എന്നാണ്. പിന്നീട് യഹൂദരുടെ ഇടയിൽ ഈ നാമം ഒരു വിളിപ്പേരായിട്ട് മാറുന്നുണ്ട്. എന്നാൽ അത് യഹോഷുവ എന്ന പേരിലല്ല, അതിന് ലോപിച്ച രൂപമായ യോഷുവ എന്നുള്ള പേരിലാണ്. ബൈബിളിൽ തന്നെ മോശയുടെ ശിഷ്യനായ ജോഷുവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. യോഷുവ അഥവാ അല്ലെങ്കിൽ യേശുവ എന്നീ പേരുകളാണ് ജോഷുവ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ നമ്മൾ പറയുന്നത്. യഹോവ എന്ന പേര് ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് ലഭിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ അനന്തരഫലമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നതാണ്. ഐ ആം ഹൂ ആം, ഞാൻ ആയിരിക്കുന്നവനാകുന്നു എന്നാണ് യഹോവ എന്ന പേരിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ യഹൂദരായിട്ടുള്ള ഒരാളും ഈ പേര് ഉച്ചരിച്ചിരുന്നില്ല, യഹോവ എന്ന പേര്. കാരണം രണ്ടാമത്തെ പ്രമാണം, യഹൂദ 10 കൽപ്പനകളിലെ രണ്ടാമത്തെ പ്രമാണം തന്നെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവനാമത്തിൻ്റെ പരിശുദ്ധിയും മഹത്വവും നിരന്തരം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി അവർ യഹോവ എന്ന് എഴുതുകയും കർത്താവ് എന്നർത്ഥമുള്ള അദോണായി എന്നാണ് ഉച്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യഹോഷുവ എന്നുള്ള പേര് ഒരിക്കലും, യഹോവ എന്ന പദം അതിനാൽ ഉള്ളതിനെ തന്നെ അതൊരിക്കലും ഒരു സാധാരണ വിളിപ്പേരായി ഉപയോഗിച്ചിരുന്നില്ല. വ്യക്തികൾക്ക് പേരിട്ടിരുന്നത് യോശുവ അല്ലെങ്കിൽ യേശുവ എന്നീ പേരുകളാണ്. യേശുവിൻ്റെ കാലത്തും സമകാലികരായി ധാരാളം യേശുവമാർ ജീവിച്ചിരുന്നു എന്നുള്ളതിന് സുവിശേഷങ്ങളിലും അതിന് വെളിയിലുള്ള രേഖകളിലും ഒക്കെ നമുക്ക് തെളിവുകളുമുണ്ട്. BC 539 രണ്ടാം ദേവാലയ കാലഘട്ടം, സെക്കൻഡ് ടെമ്പിൾ പീരീഡ് മുതൽ ഈ യേശുവ എന്നുള്ള പേര് ഒരു സാധാരണ പേരായിട്ട് യഹൂദരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ പേര് അതിനൊരു രക്ഷാകരമായ അതിൻ്റെ അർത്ഥം മുഴുവനും ലഭിക്കുന്നത്, യഹോവ രക്ഷയാകുന്നു, ദൈവം രക്ഷിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം അതിൽ പൂർണ്ണമാകുന്നത് അത് നസറായനായ യേശുവിന് ലഭിക്കുമ്പോഴാണ്. അവൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ദൈവം രക്ഷയാകുന്നു എന്ന പേര് അന്വർത്ഥമായിട്ട് മാറുന്നത്. പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്ക് പഴയ നിയമവും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന കാലം മുതൽ ഏതാണ്ട് 280കളിലാണ് സെപ്തുജിന്ത അറിയപ്പെടുന്ന ഗ്രീക്ക് പരിഭാഷയുടെ കാലഘട്ടം. യേശുവ എന്ന പേര് അവർ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയത് യേശൂസ് എന്നാണ്. യേശൂസ് ഒരുപക്ഷെ ചരിത്രകാരന്മാരുടെയും അതുപോലെ സഭാപിതാക്കന്മാരായ വിശുദ്ധ ക്ലമന്റ്, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമന്റിൻ്റെയും ആദ്യകാല സഭാപിതാവാണ്. അതുപോലെ സിറിൾ ഓഫ് ജെറൂസലേം, ഇവരുടെയൊക്കെ രചനകളിൽ, അഭിപ്രായങ്ങളിൽ, ഇവരുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ യേശുവ എന്നോ യേശൂസ് എന്നോ നസ്രായനായ ഈശോ വിളിക്കപ്പെടാം എന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം യേശു ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ട് AD എന്ന് പറയുമ്പോൾ അത് റോമൻ ആധിപത്യം തുടങ്ങി ഗ്രീക്ക് ആധിപത്യത്തിൽ നിന്ന് റോമൻ ആധിപത്യത്തിലേക്ക് പാലസ്തീന മാറുന്ന ഒരു കാലഘട്ടമാണ്. അറമായ ഭാഷയും ഗ്രീക്ക് ഭാഷയുമാണ് സാധാരണക്കാരുടെ സംസാര ഭാഷയായിരുന്നത്.
ഹെബ്രായ ഭാഷ ദേവാലയങ്ങളിൽ ഒതുങ്ങി നിന്നൊരു ഭാഷയായിരുന്നു. പുരോഹിതവർഗത്തിൻ്റെ ആരാധനക്രമ ഭാഷയായിരുന്നു. ഇത് സിനഗോഗുകളിൽ വചന ശുശ്രൂഷ നടത്തിയിരുന്ന സിനഗോഗുകളിൽ വായിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഗ്രീക്ക് സപ്തതി, ഗ്രീക്ക് ഭാഷയിലുള്ള പഴയ നിയമത്തിൻ്റെ പരിഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യേശൂസ് എന്നോ യേശുവ എന്നോ ഉള്ള ചുരുക്കപ്പേരുകളിലാണ് ഈശോ പോലും വിളിക്കപ്പെടാൻ സാധ്യതയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അരമായ ഭാഷയിലും എബ്രായ ഭാഷയിലുമുള്ള യഹോഷുവ എന്നതിൻ്റെ ചുരുക്കപ്പേരായ യേശുവ എന്ന പേരിലോ ഗ്രീക്ക് പരിഭാഷയായ യേശൂസ് എന്ന പേരിലോ നസ്രായനായ ഈശോ ജീവിതകാലത്ത് വിളിക്കപ്പെട്ടിരിക്കാമെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. വീണ്ടും AD 1-ാം നൂറ്റാണ്ട് മുതലുള്ള ലത്തീൻ റോമൻ അധിനിവേശ കാലത്ത് അവരുടെ ഭാഷയായ ലത്തീൻ വ്യാപക പ്രചാരത്തിലാവുകയും 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോം സമ്പൂർണ്ണ ബൈബിൾ ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ദ ലാറ്റിൻ വൾഗേറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവിടെ യേശൂസ് എന്ന ഗ്രീക്ക് നാമത്തിനോ യഹോഷുവ അല്ലെങ്കിൽ യേശുവ എന്ന എബ്രായ നാമത്തിനോ ഉള്ള ലാറ്റിൻ പരിഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് യേശു എന്ന പേരാണ്, യേശു. അപ്പോൾ നമ്മളിനി മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ വാക്കുകൾ യേശൂസ് എന്നോ യേശു എന്നോ ഉള്ള ലാറ്റിൻ യേശു എന്ന ലാറ്റിൻ വാക്കിൽ നിന്നോ ആണ് മലയാളത്തിലെ യേശു എന്ന പദം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് യേശു എന്ന പദം മലയാളത്തിൽ പ്രചാരത്തിലാവുന്നത്. കാരണം അതിൻ്റെ ഉത്ഭവം ലാറ്റിൻ യേശുവോ അല്ലെങ്കിൽ ഗ്രീക്ക് യേശൂസോ ആണ്. ഇനി നമുക്കെങ്ങനെയാണ് ഈശോ എന്ന വാക്ക് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലായത്? യേശുവ എന്ന അരമായ പദത്തിൻ്റെ സുറിയാനി രൂപം അറിയപ്പെടുന്നത് യേശോ എന്നാണ്. യേശോ. ഈ യേശോ എന്ന യേശോ എന്നോ ഈശോ എന്നോ ഉള്ള സുറിയാനി രൂപത്തിൻ്റെ മലയാള പതിപ്പാണ് ഈശോ എന്ന വാക്ക്. അപ്പോൾ ലോകത്തിൽ ഈശോ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഏക സമൂഹം കേരളത്തിലെ ആദ്യമകാലം മുതൽ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവരാണ്. നമുക്ക് പേർഷ്യൻ സഭയുമായി സുറിയാനി സഭയുമായുള്ള ആദ്യകാല ബന്ധത്തിൽ മൂലമാണ് ഈശോ എന്ന പേര് മലയാളത്തിൽ പ്രചാരത്തിലാവുന്നത്. അപ്പോൾ അതിൻ്റെ സുറിയാനി രൂപം ഈശോ എന്നാണ്. അതിൽ നിന്നാണ് ഈശോ എന്ന മലയാള പദം രൂപപ്പെടുന്നത്. ഇനി രണ്ട് കാര്യങ്ങൾ. ചില ആളുകൾ ഈശോ എന്ന പേര് മാത്രമേ ഉച്ചരിക്കൂ, ചിലർ യേശു എന്ന പേര് മാത്രമേ ഉച്ചരിക്കൂ. യഥാർത്ഥത്തിൽ ഇത് രണ്ടും യഹോഷുവ എന്ന പേരിൻ്റെ ചുരുക്കപ്പേരായ യേശുവ എന്ന ഹെബ്രായ നാമത്തിന് യഥാക്രമം ഗ്രീക്കിലും ലാറ്റിനിലും സുറിയാനിയിലുമുണ്ടായ പരിഭാഷകളുടെ മലയാളീകരിച്ച രൂപമാണ് യേശു എന്നും ഈശോ എന്നും. രണ്ടു പേരും അതിനാൽ തന്നെ പവിത്രവും മഹനീയവുമാണ്. ഒന്ന് മാത്രം ഉപയോഗിക്കുന്നതോ ഒന്നിനെ തിരസ്കരിക്കുന്നതോ യാതൊരു ലോജിക്കുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്, ചില ആളുകൾ പ്രത്യേകിച്ച് നവീകരണ പ്രസ്ഥാനത്തിലൊക്കെയുള്ള ആളുകൾ പ്രചാരിപ്പിക്കാറുണ്ട് യഹോഷുവ എന്ന പേരാണ് യഥാർത്ഥത്തിൽ യേശുവിനെ ഉദ്ദേശിച്ച് വിളിക്കേണ്ടത്, അത് മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്നൊക്കെ. ഇതൊരു തികഞ്ഞ അബദ്ധമാണ്. യഹൂദ പശ്ചാത്തലമോ യഹൂദ മതജീവിതത്തെക്കുറിച്ചോ ഒരു ഗ്രാഹ്യവും ഇല്ലാത്തതിൻ്റെ പരിണിത ഫലമാണിത്. കാരണം യഹൂദർ ജീവിതത്തിൽ ഒരിക്കലും യാഹ്വേ എന്ന ആ സ്റ്റെം വാക്ക് വരുന്ന ഒരു പദവും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് അവർ യഹോഷുവ എന്ന പേര് പോലും യേശുവ എന്ന് ലോപിപ്പിച്ച് അവർ ഉപയോഗിച്ചിരുന്നത്. കാരണം വർഷത്തിലൊരിക്കൽ ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് അഥവാ യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന പാപപരിഹാരത്തിൻ്റെ ദിനത്തിൽ മാത്രം പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് വർഷത്തിൽ ഒരു തവണ യാഹ്വേ എന്ന പേര് നാമം ഉച്ചരിച്ചിരുന്നത്. അപ്പം അത്രമേൽ ദൈവനാമത്തിന് പവിത്രത കൊടുത്തിരുന്നതുകൊണ്ട് യഹൂദർ ഒരിക്കലും യഹോഷുവ എന്ന് ഒരിക്കലും ഉച്ചരിക്കാൻ മുതിർന്നുകയില്ല. അത് ദൈവദൂഷണമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യഹോഷുവ എന്ന പേര് അങ്ങനെ ഉച്ചരിച്ചാൽ ഒരു പ്രത്യേക മാന്ത്രിക ശക്തിയുണ്ട്, അതാണ് അവൻ്റെ യഥാർത്ഥ ഉച്ചരിക്കേണ്ടതെന്നൊക്കെയുള്ള പഠനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അബദ്ധ പഠനങ്ങളാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഈശോ എന്നുച്ചരിച്ചാലും യേശു എന്നുച്ചരിച്ചാലും ഒരേ ആൾ തന്നെയാണ്. അത് അപ്പസ്തോല പ്രവർത്തനം 4:12 പറയുന്ന മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമത്തെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈസ എന്ന പേര് ഖുറാനിൽ യേശുവിനെ ഉദ്ദേശിച്ചതാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്നാൽ അറബിക് ക്രിസ്ത്യാനികൾ
യേശുവിൻ്റെ അല്ല ഈശോ എന്ന നാമത്തിന് തത്തുല്യമായി അറബിയിൽ എന്തു വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈസ എന്ന വാക്ക് ഒരു കൃത്രിമത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അറബി ക്രിസ്ത്യാനികൾ യാഷുവേ എന്നാണ് യേശുവിനെ വിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. യേശുവ എന്ന യേശുവെ എന്ന ഹെബ്രായ പേരിന് യാഷുവെ എന്നാണ് അറബി ക്രിസ്ത്യാനികൾ അറബി ഭാഷയിൽ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈസ എവിടെ നിന്ന് വരുന്നു? ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഈസ എന്ന വാക്കിന് അതിൻ്റെ മോർഫോളജിയുമായിട്ട് അതിൻ്റെ ഈ ഭാഷയുടെ ഉറവിടവുമായിട്ടുള്ള ബന്ധം ഏസാവ് എന്ന പേരുമായിട്ടാണ്, യേശുവ എന്ന പേരുമായിട്ടല്ല. അപ്പോൾ എങ്ങനെയാണ് നസറായനായ ഈശോ ഏസാവ് എന്ന പേരിനോട് സാമ്യമുള്ള ഈസ എന്ന് ഖുറാനിൽ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് വിവേകത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരായിരുന്നു ഏസാവ്? കടിഞ്ഞൂലവകാശം കൈമോശം വന്ന് രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് ഏസാവ്. ഈ പേരിനോട് സാമ്യത്തിൽ ഈസ എന്ന് നസറായനായ യേശുവിനെ വിളിക്കുന്നതിനോ അവനെ പേരിടുന്നതിലോ അത് പ്രചരിപ്പിക്കുന്നതിലോ ഒരു ഗൂഢലക്ഷ്യമില്ലേ? ആ ലക്ഷ്യം നസറായനായ യേശുവിനെ രക്ഷാകര ചരിത്രത്തിൻ്റെ നടുസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ചില കരുതിക്കൂട്ടിയുള്ള ഗൂഢശ്രമങ്ങളാണെങ്കിലോ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ നിഷ്കളങ്കതയെ ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ. അഗസ്തീനോസ് പുണ്യാളൻ പറയും, ആദവും ഹവ്വയും നിഷ്കളങ്കരായിരുന്നു. അവരുടെ ആ നിഷ്കളങ്കതയാണ് സാത്താൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് നിഷ്കളങ്കത ഇഗ്നറൻസിന്, അജ്ഞതയ്ക്ക് തുല്യമാണ്. അത് പാപകരമായിട്ട് മാറാം. അതുകൊണ്ട് യേശുനാമത്തിൻ്റെ യഥാർത്ഥ മഹത്വം നമ്മൾ തിരിച്ചറിയട്ടെ. അത് പ്രഘോഷിക്കാൻ മടിക്കാതിരിക്കുകയും ആ നാമത്തിലൂടെ ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നുവെന്ന് ഹൃദയപൂർവ്വം ഏറ്റുപറയാൻ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശുവിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാവട്ടെ.